¿Por qué hay tantos abuelos solo si son tan importantes? Un fuerte abrazo, Renzo. ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം ദുരിതങ്ങൾ ഉണ്ടാകുന്നത്? ഇത്രയധികം മനുഷ്യർ തെരുവിൽ ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? 6 വയസ്സുകാരൻ റെൻസോയുടെ ഈ ചോദ്യങ്ങൾക്ക് ലിയോ പാപ്പ നൽകിയ മറുപടി സമാനമായ സംശയങ്ങളുള്ള അനേകർക്കുള്ള ഉത്തരമായി മാറി. പെറുവിലേക്കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടി സ്പെയിനിലേക്ക് കുടിയേറിയ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമാണ് കുഞ്ഞു റെൻസോ. സഗാദ്ര ഫെമീലിയ ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിക്കുന്നതിനും ടവർ ഓഫ് ജീസസ് ആശീർവദിക്കുന്നതിനും മുന്നോടിയായി നഗരത്തിലെ പിന്നോക്ക മേഖലയായ റാവൽ സന്ദർശിച്ചപ്പോഴാണ് റെൻസോയുമായി പാപ്പ കണ്ടുമുട്ടിയത്. മിഷണറീസ് ഓഫ് ചാരിറ്റിയും മനോ അമീഗോ ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന സൗജന്യ ഭക്ഷണശാലയുടെ കോമ്പൗണ്ടിലുള്ള സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിൽ വെച്ചായിരുന്നു ആ വികാര നിർഭരമായ സംഭാഷണം. കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ അല്പനേരം നിശബ്ദനായ പാപ്പ, റെൻസോ, നിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി ആരംഭിച്ചത്. നന്മ ചെയ്തിട്ടും ക്രൂശിക്കപ്പെട്ട യേശുവിനെ ധ്യാനിക്കുന്നതിലൂടെ ഇതിന് ഉത്തരം കണ്ടെത്താമെന്ന് പാപ്പ വിശദീകരിച്ചു. ഭൂമിയിൽ നന്മ മാത്രം ചെയ്ത യേശു ഒടുവിൽ ക്രൂശിക്കപ്പെട്ടെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തിന്മയെയും മരണത്തെയും കീഴടക്കിയെന്ന് പാപ്പ പറഞ്ഞു. കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവം തന്റെ മക്കളിൽ ഒരാളെ പോലും ഉപേക്ഷിക്കുകയില്ല. വേദനയോ കണ്ണീരോ ഇല്ലാത്ത ഒരു നിത്യസന്തോഷമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളെ അതിജീവിക്കാൻ യേശു കരുത്ത് നൽകുമെന്ന് പാപ്പ റെൻസോയെ ധൈര്യപ്പെടുത്തി. ഈ ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് മുമ്പ് കുട്ടിയായിരുന്നപ്പോൾ അങ്ങേക്ക് മാർപ്പാപ്പ ആകാൻ ആഗ്രഹമുണ്ടായിരുന്നോ എന്ന റെൻസോയുടെ ചോദ്യത്തിനും ചിരിയോടെ പാപ്പ മറുപടി നൽകിയിരുന്നു. എനിക്ക് ചെറുപ്പത്തിലോ പ്രായമായപ്പോഴോ ഒന്നും മാർപ്പാപ്പ ആകാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ യെസ് എന്ന് പറഞ്ഞേ തീരൂ.